ഇപ്പോൾ കുറേ നാളിന് ശേഷം കണ്ടേ. ഇപ്പോൾ ചേച്ചി കുറച്ച് നാൾ മുമ്പ് ചേച്ചിയുടെ ചാറ്റാന്ന് പറഞ്ഞിട്ടൊരു ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചേച്ചി അതിനൊരു പ്രതികരണം പറഞ്ഞിട്ട് അത് ആയിരിക്കും, അല്ലെങ്കിൽ ഞാനത് ഓർക്കുന്നു പോലുമില്ല. പക്ഷെ അതുപോലും പലരും വളച്ചൊടിച്ച് ചേച്ചിക്ക് നെഗറ്റീവ് ആക്കുന്നു. ഈ പ്രത്യേകിച്ച് ഷെഫീന എന്ന് പറയുന്നത് ലൈംഗിക ചുവ എവിടെയാണ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിപ്പോൾ ട്രോളായി കേട്ടോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ചായ കുടിക്കാൻ പോകണം, അതെ ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ ഇപ്പോൾ ചായ കുടിക്കണമെങ്കിൽ ഞാൻ മാനേജറെ കോൺടാക്ട് ചെയ്യാൻ പറയാം, എന്താ പ്രശ്നം? അതുപോലെ ചേച്ചിയുടെ മാനേജർ എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. അയാൾ ഭയങ്കര മോശമായിട്ടുള്ള സ്ത്രീയാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? പറയുന്നവളാണ് മോശം. എൻ്റെ കരിഷ്മ, എൻ്റെ മാനേജർ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് അവർ. ഈ ഇടയ്ക്ക് കിച്ചു വീട്ടിൽ വന്ന് കുഞ്ഞുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു പുറത്തൊക്കെ. ചേച്ചിയോട് പറഞ്ഞിട്ടാണോ കുഞ്ഞിനെ കൊണ്ടുപോയത്? എന്നെ വിളിച്ച് കിച്ചു അമ്മ കൊച്ചിനെ കൊണ്ടുപോവാ, പുറത്ത് കറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ഫോണിൻ്റെ കവർ മാറിയോ? ചേച്ചി വിജയ് ഫാനാണോ? ഇപ്പം തമിഴ്നാട്ടിൽ CM ആയിട്ട് വിജയ് സാർ. നല്ല കാര്യമല്ലേ, സന്തോഷം. അവിടെയെങ്കിലും ഒരു CM ഉണ്ടാകട്ടെ, ഇവിടെ അമിതല്ല. ആരെങ്കിലും ഒന്ന് ഇരിക്കുവായിരുന്നെങ്കിൽ. ഓക്കെ, ടാറ്റ. ജയിച്ചേ ആദ്യം മുഖ്യമന്ത്രി ആരാന്ന് തീരുമാനിക്കട്ടെ അവരാ. അല്ല ചേച്ചി ഒരു കട്ട പിണറായി ഫാനല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോഴത്തേക്ക് ഈ പിണറായി സാർ ഇപ്പോൾ പരാജയപ്പെടാൻ കാരണം കുറേ നെഗറ്റീവും പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ടായിരിക്കും. 10 വർഷം ഭരിച്ചല്ലോ, അതും അടിപൊളി ഭരണമല്ലായിരുന്നോ? ഇപ്പൊ UDF സർക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. തികച്ചും വലിയൊരു ഫാനാണ് ഞാൻ സഖാവിന്റെ. നാട്ടക്കട അങ്ങോട്ട് ചേച്ചി. അതുപോലെ ചേച്ചി UDF സർക്കാർ കുറേ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ സഞ്ചരിക്കാൻ. നടപ്പിലാക്കട്ടെ അവര്. അത് ഞങ്ങൾ ഇവിടുത്തെ സ്ത്രീകളല്ലേ, നടപ്പിലാക്കട്ടെ. പിന്നെ ഞാൻ പോകും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രീ ആയിട്ട് പോകാൻ. ഫ്രീ കിട്ടുന്നിടത്തല്ലേ നമുക്ക് പോകണമല്ലോ. ഇപ്പം ചേച്ചി രേണു ചേച്ചിയെ സപ്പോർട്ട് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റിയാക്ട് ചെയ്തിട്ട്. അപ്പോൾ അതിനിടയിൽ ഒരുപാട് കമൻറ്റുകൾ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കമൻറ്റുകൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? നല്ല മറുപടി കൊടുക്കും, ഞാനും മറുപടി കൊടുക്കും, അത്രേ ഉള്ളൂ. കാരണം കമൻറ്റുള്ളവർക്ക് മുഖമില്ല. അപ്പോൾ അതുകൊണ്ട് ഷെഫീന എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയാണ് രേണു ചേച്ചിയുടെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചി അങ്ങനെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഇതിനെക്കുറിച്ച് തിരക്കിയിട്ടുണ്ടായിരുന്നു. രേണു ചേച്ചിയെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ് അഭിപ്രായം? ശരിക്കും ബിഗ് ബോസ് തൊട്ടുള്ള പരിചയമല്ലേ നിങ്ങൾ തമ്മിൽ? ബിഗ് ബോസ് ഓക്കെ. എനിക്ക് ബിഗ് ബോസിന് മുമ്പ് രേണുവിനെ അറിയാം. രേണുവിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു വുമണാണ്. അവർ എന്താ പറയുന്നത്, അവരാരുടെയും പുറകെ കടം ചോദിച്ചോ അല്ലെങ്കിൽ അവരാരുടെയും പുറകെ ജോലി ചോദിച്ചോ ചെല്ലുന്നില്ല. അന്തസ്സായിട്ട് അവർ പണിയെടുത്ത് ജീവിക്കാൻ, നേരത്തെ പറഞ്ഞിട്ട് അവർ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെന്തിനാണ് പുറകെയാണെന്ന് ശല്യപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ഒരാളുടെ ജീവിതം ഇങ്ങനെ അവർ ജീവനോടെ ഇരിക്കുന്നില്ല ഇപ്പോഴും. എന്തൊക്കെയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താണ് ഇതിനൊന്നും പ്രതികരിക്കാത്തത്? എന്തൊക്കെയാണ് അവരെ കുറിച്ച് പറയുന്നത്? അത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്, അല്ലാതെ ഞാൻ അവരെ വെച്ച് കണ്ടന്റ് ചെയ്യാറില്ല. ചൂടാവത്തില്ലേ? ഹോട്ട് സീറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടാവേണ്ട ഒരു സീറ്റ് തന്നെയാണ് ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത്. അവരുടെ പെർമിഷനോടുകൂടെയാണ് നമ്മളതിനകത്ത് ഇരുത്തുന്നത്, അല്ലാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ലൈവായിട്ട് ചെയ്യുന്നൊരു സാധനമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരാളുടെ ഈ പ്രൈവറ്റ് കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവരുടെ പെർമിഷൻ എടുക്കണം. ഇപ്പം ഷഫീന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്കൊന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. അവരെയൊക്കെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഒരുപാട് നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ എത്രയോ മാന്യന്മാരുണ്ട്. അവരൊന്നും ഇവരെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അവർ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനിരിക്കുമല്ലോ രേണുസുതി. അവർ അഭിനയിക്കുക, ആൽബത്തിൽ പോവുക, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യുക, ഇതൊക്കെയല്ലേ അവർ ചെയ്യുന്നത്. അതുപോലെ അവനവൻ്റെ പണിയെടുത്ത് ജീവിക്കുക. മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒരാളെ വലിച്ചു കീറുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? കോൺഗ്രസ് സർക്കാർ പിന്നെ KSRTC സൗജന്യ യാത്ര സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജെൻഡർ ഇക്വാളിറ്റിനെ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് ചേച്ചിയുടെ അഭിപ്രായത്തിൽ? ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹമാണല്ലോ. എല്ലാത്തിനും സ്ത്രീകൾക്ക് ഇക്വാളിറ്റി കൊടുക്കുന്നുണ്ടോ? അതാദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇപ്പോൾ ട്രാൻസ് വുമൻസ് ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പം അവർക്ക് ഇതിൽ KSRTC ആണെങ്കിലും സൗജന്യ യാത്രയിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അത് കോൺഗ്രസ് മന്ത്രിസഭ മന്ത്രിയൊക്കെ അവർ തമ്മിലടിയാണല്ലോ. അത് കഴിയട്ടെ, അതിനുശേഷം ആരും ഉറപ്പിക്കും. ഇപ്പോൾ നമ്മുടെ ഒപ്പം ജയിച്ചാണ് വിജയ്. അവർ കൺഫേം ആയിട്ട് അങ്ങനെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അതുപോലെ നമ്മുടെ കോൺഗ്രസിനെ ജനങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. അപ്പം അവരുടെ ഉത്തരവാദിത്തമാണ് ഒരാളെ തിരഞ്ഞെടുത്ത്, അതായത് ഈ നാട്ടുകാരുടെ മുമ്പിൽ തമ്മിലടിക്കാതെ, അത് VD ആയാലും KC ആയാലും രമേശ് ചെന്നിത്തല ആയാലും എടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് ജനങ്ങളുടെ മുമ്പിൽ തമ്മിൽ കാണിക്കേണ്ടതല്ല. അപ്പോൾ ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇയാൾ പറഞ്ഞ പോലെ വാഗ്ദാനങ്ങൾ പറഞ്ഞിരിക്കുന്ന സൗജന്യ യാത്ര, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 3000 രൂപ പെൻഷൻ, ഇതൊക്കെ കൊടുത്ത് കാണിക്കട്ടെ. കസേര ഉറപ്പിക്കട്ടെ, അതിനുശേഷം ബാക്കി നമുക്ക് നോക്കാം. നമുക്ക് നാദിനില കളരി പോലെ നമ്മുടെ ഭരണം. നമ്മുടെ മുഖ്യമന്ത്രി ആരുമില്ല ഇപ്പം. 4-ാം തീയതി റിസൾട്ട് വന്നാ, ഇന്ന് 10-ാം തീയതി ആയി, ഒരാഴ്ച കഴിഞ്ഞു. ആരുമില്ല. നമ്മുടെ മുഖ്യമന്ത്രി ആരാ?
മതി പഠിച്ചാ മതി അത്രേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞ നമ്മള് ബഹുമാനിക്കുന്നു. മുടിപ്പിച്ചല്ലോ ഇനി അടുത്ത പാർട്ടിക്ക് കൊടുക്കട്ടെ. എന്താ ജനങ്ങളാണല്ലോ എല്ലാം സഹിക്കാന്നുള്ളവർ. അപ്പം അടുത്തവർ ചെയ്യുന്ന എന്താന്ന് നോക്കാം. പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. കസാരകളിൽ നിന്ന് തീരട്ടെ, എന്നിട്ട് ആരിലും ഇരിക്കട്ടെ, അത് നമുക്ക് പറയാം. ഇത്രയും ദിവസമായിട്ട് നാദിനെ കളരി പോലല്ലേ നമ്മുടെ നാട്, അതാണ്. ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പൂജയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞത് ഇന്നലെ ഒരു 2 സീൻ ഉണ്ടായിരുന്നു. ഇനിയും 13, 14 വർഷം ഷെഡ്യൂൾ. സാർക്ക് BJP 3 സീറ്റ് നേടിയല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സീറ്റ് ഞാനല്ല പറയണ്ടത്, ജനങ്ങളല്ലേ സീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം ജനങ്ങളാണ് അതിന് ആൻസറബിൾ, അല്ല ഞാനല്ല. അല്ല, ഇനി ഒരു കടന്നുകയറ്റം ഉണ്ടാവും ഇനി വരുന്ന ഇലക്ഷനിൽ BJPന്റെ? ഉണ്ടാവുമായിരിക്കാം. കാരണം കഴിഞ്ഞ വർഷം അവർ 1 സീറ്റ് നേടി, ഈ വർഷം ഒരു 3 സീറ്റ് നേടി, അടുത്ത വർഷം ചിലപ്പോൾ 5 വർഷത്തിന് ശേഷം 6 സീറ്റ് നേടുമായിരിക്കും. ഒരു 2030 10 സീറ്റ് നേടുമായിരിക്കും. അത് അവരുടെ മിടുക്ക്. ജനങ്ങൾക്ക് അവരോട് എന്തെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വോട്ട് കൊടുക്കുക. 2036 ഒരു പ്രതീക്ഷ ആകുമോ? ഉറപ്പായിട്ടും BJP വരാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസത്തിൻ്റെ മറ്റേ വിപ്ലവ വീര്യമൊന്നും ഇല്ലാതെ അവർ ഇറക്കി വിട്ടു ജനങ്ങൾ. കോൺഗ്രസ് ഇനി എന്താണ് ഭരണം കാണിക്കുന്നതെന്ന് അടുത്ത 5 വർഷമായിരിക്കും